നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ഓർക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊരു ആദരിക്കുകയാണ്. ഞങ്ങളൊരു വലിയ വാർത്താ സംഘം തന്നെയുണ്ട്. 10-25 ആൾക്കാർ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയി ഇനി ആരെയും കാണത്തില്ല. ഇവിടെ ഒരു വിധമുള്ളവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. വളരെ നല്ലൊരു പരിപാടിയാണിത്. വളരെ ജനങ്ങൾ വളരെയധികം സ്വീകരിക്കുന്ന ഒരു പരിപാടിയും വളരെ നല്ലൊരു പരിപാടി. ഇത് ജനങ്ങളെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മീഡിയ ഇത്തരത്തിലുള്ള മാധ്യമക്കാർ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ 100% ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അടപ്പ് തെറിച്ചിരിക്കുക. ഓക്കെ, നല്ല വിശേഷം. ഓക്കെ അല്ലേ? നിങ്ങളുടെ ഒരു സഹായമൊക്കെ നമുക്ക് വേണം. തീർച്ചയായിട്ടും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാ? ഞങ്ങൾ കഴിഞ്ഞൊരു 10-18 വർഷമായി ഇതിനെതിരെ തുടർച്ചയായിട്ട് ഈ ഡ്രഗ്സിനെതിരെ പോരാടുന്ന ആളുകളാണ്. എന്റെ ദിനിൽ ദിനേശ് എന്നാണ് യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി. കഴിഞ്ഞ ഒരു 8 വർഷക്കാലം നോക്കുകയാണെങ്കിൽ വളരെ അധികം വലിയ രീതിയിൽ ലഹരിയുടെ വ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. വളരെ കൂടി. കാരണം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നേരത്തെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന ആളുകളെ, ഇത് വിതരണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് ആരൊക്കെ ഇത് ഉപയോഗിക്കുന്നു, ആരൊക്കെ ഇവരിലേക്ക് എത്തിക്കുന്നു, ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറിയിരിക്കുക. ഇന്ന് സാധാരണ പോലെ ഇപ്പോ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, ക്യാമ്പസിൽ ക്യാമ്പയിൻ. നിങ്ങൾ യുവജന സംഘടനകൾ അതിശക്തമായിട്ട് ഇറങ്ങിയാൽ ഒമാര് കെട്ടുകെട്ടും. തീർച്ചയായിട്ടും. ഇപ്പോ നിങ്ങൾ ഇനാക്റ്റീവായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോ ഗവൺമെന്റ് നേതൃത്വത്തിലൊക്കെ നടക്കുന്നത് തൊലിപ്പുറത്തെ ചികിത്സ മാത്രമായി ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഇപ്പോ ജില്ലാ അടിസ്ഥാനത്തിൽ, താലൂക്ക് അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കോർഡിനേഷൻ കമ്മിറ്റികളുണ്ട്. ഇത് വാർഡ് അടിസ്ഥാനത്തിൽ, ഡിവിഷൻ അടിസ്ഥാനത്തിലേക്ക് വരണം. അത് മാസം തോറും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ വിലയിരുത്തുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് വിലയിരുത്തുകയും കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ SK ഇന്ന് നടത്തിയിട്ടുള്ള വലിയൊരു സമൂഹത്തിന് വലിയൊരു മെസ്സേജാണ്. ഇത് എല്ലാവരും ഇറങ്ങേണ്ട സമയമായി എന്നുള്ള വലിയൊരു അത് കഴിഞ്ഞു. അതെ, ഇപ്പോ അതെ ഇപ്പോ എല്ലാവരും അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട സമയമായ വലിയൊരു മെസ്സേജാണ് കൊടുക്കുക. രാത്രി വീട്ടിൽ വന്ന് കയറും അമ്മമാർക്ക് പേടിയായി തുടങ്ങി. അടുത്ത മുറി കിടക്കുന്നതിന് എപ്പോഴാണ് കത്തിയായിട്ട് ഇറങ്ങുന്നത്? തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി തന്നെ ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്. ഞങ്ങൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മാത്രം എല്ലാ യുവജന സംഘടനകളും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഭയക്കും. അതെ ഞങ്ങൾ രാഷ്ട്രീയമില്ലാതെ തന്നെ യുവജന സംഘടനകൾ ഞങ്ങൾ കാരണം എല്ലാ കൊല്ലം ഒരുമിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് ഇറങ്ങുന്നതാണ്. ഓക്കെ, താങ്കളെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം. താങ്ക് യു. All the best. Thank you. Okay. ചേട്ടന്റെ പേരെന്താ? എവിടെ വെച്ച്? ഗോപു പരമേശ്വരനാണ്. ഗോപു പരമേശ്വരൻ. ഗോപു പരമേശ്വരൻ. ഓക്കെ, റെഡി.